സ്കൂൾ വിദ്യാർത്ഥികളുടെ ആർത്തവകാലത്തെ അവധിയെക്കുറിച്ച് ഡോക്ടർ ഷിംന അസീസിന് എന്താണ് പറയാനുള്ളത്? ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിംന അസീസ്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 3 ദിവസത്തെ ആർത്തവ അവധി ഒരു അനാവശ്യമാണ് എന്ന രീതിയിൽ ഒരു മുൻ IPS ഉദ്യോഗസ്ഥയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഇതൊരു നിർബന്ധിതാവധിയൊന്നുമല്ല. ചെറിയ കുട്ടികൾക്ക്, വളരെ സാധാരണമായിട്ട് 4ലും 5ലും 6ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പീരിയഡ്സ് ആവുന്നുമുണ്ട്. അവർക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട്. അത് വയറുവേദനയായിട്ടും നടുവേദനയായിട്ടും ക്ഷീണമായിട്ടും മൂഡ് സ്വിങ്സ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോ ഇവർക്ക് പീരിയഡ്സ് ആയിരുന്ന സമയത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി പോസിബിൾ ആയിരുന്നു, അവരുടെ കൂടെയുള്ളവർക്ക് സാധിച്ചിരുന്നു എന്നതുകൊണ്ട് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. പലപ്പോഴും കുട്ടികൾക്ക് വിശ്രമം ആവശ്യമായി വരുന്നുമുണ്ട്. നിർബന്ധമായിട്ട് വീട്ടിലിരിക്കാമെന്ന് ആരും പറയുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ അവയിൽ ചെയ്യാവുന്ന ഒരു ആനുകൂല്യമാണത്, ഒരു സൗകര്യമാണത്. അതിനെ ആ ഒരു അവധി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർത്തവം ഒരു നാണക്കേടല്ലേ, എല്ലാവരും അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ വിചിത്രമായൊരു വാദമാണ്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നാണം കെടാൻ മാത്രമുള്ള ഒരു സംഗതി അതിലില്ല. അതൊരു ശാരീരികമായി വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. ശരീരത്തിൽ ഉപയോഗിക്കപ്പെടാത്ത അണ്ടവും ഗർഭപാത്രത്തിന്റെ ഉള്ളിലെ ലെയറും അതിന്റെ കൂടെയുള്ള ബ്ലഡ് വെസൽസും കൂടെ വജൈന വഴി പുറത്തേക്ക് പോകുന്ന, യോനി വഴി പുറത്തേക്ക് പോകുന്ന ഒരു സംഗതിയാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇതൊരു നാണക്കേടൊന്നുമല്ല, എല്ലാവർക്കും ഉള്ളൊരു സംഗതി. അത് അതേക്കുറിച്ച് ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ, കളിയാക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനാണ് അവിടെ ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടത്. അതിനുവേണ്ടിയുള്ള മാർഗം എന്ന് പറയുന്നത് അധ്യാപകർക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്ക് തന്നെയും കൃത്യമായ അവയർനെസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതിന് സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസത്തിന്റെ ക്ലാസ്സുകൾ എടുക്കുക, കോംപ്രഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ മിക്സ്ഡ് ആയിട്ട് തന്നെ എടുക്കുക. ഇതൊരു നോർമലായ സംഗതിയായി ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം പീരിയോഡ് ഷേമിംഗ് ഒരു സത്യമാണ്, അങ്ങനത്തെ ഒരു വസ്ത്രം പലയിടത്തും ഉണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ അതേക്കുറിച്ചുള്ള ചർച്ചകളും അവയർനെസ്സും ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും ക്ലാസ്സുകൾ കഴിയുമ്പോൾ ആൺകുട്ടികൾ അടുത്ത് വന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനൊരു സംഗതി ഉണ്ട്, അമ്മ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോ ഒരു പരിഷ്കൃത സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് ഒരു സ്വകാര്യ അഭിമാനമാണ് ആർത്തവം. എന്താണ് ഇതിന് മാത്രം അഭിമാനമുള്ളത്? വിയർക്കുമ്പോൾ അഭിമാനം വരുന്നുണ്ടോ, അല്ലെ മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ അഭിമാനം വരുന്നുണ്ടോ? ഇതുപോലൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ ഇങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തും ഒരു 200 കൊല്ലം മുമ്പത്തെ ചിന്താഗതിയും വെച്ചുകൊണ്ട് നടക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോ അവര് പറഞ്ഞതിൽ എനിക്ക് നന്നായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ള പാഡ് വെൻഡിങ് മെഷീൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ സ്കൂളിൽ വേണം. അത് ഓൾറെഡി സർക്കാർ സ്കൂളുകളിൽ ഉള്ളതാണ്. അപ്പോ ആ സംഗതികൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം, അത് കുറച്ചുകൂടി എല്ലായിടത്തും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെ പറയുന്നത് ശരി, അതൊരു വാദത്തിന് അംഗീകരിക്കാം. ബാക്കി ഈ നാണക്കേട്, സ്വകാര്യ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയൊരു ചിന്താഗതി തീർത്തും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അത് ആവശ്യമില്ല. അതുപോലെ ഇതിന്റെ പേരിൽ ആരും മാറ്റി നിർത്തപ്പെടാനും പോകുന്നില്ല. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് സമൂഹം അംഗീകരിച്ച് കഴിയുമ്പോൾ അതോടൊപ്പം ചലിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആരും പെൺകുട്ടികൾ ഒരു പിറകോട്ടായി പോവും, പെൺകുട്ടികളുടെ അറ്റൻഡൻസ് കുറയും, ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, ഇല്ല. അത് ആ ഒരു ഇനീഷ്യൽ ഫേസിൽ മാത്രം ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ്. അതിനുശേഷം ഈ സിസ്റ്റം ഇതിലേക്ക് വരികയാണ് ചെയ്യുക. ബിക്കോസ് വേദനിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം, ശരിയായ രീതി. അതിലേക്കുള്ള ഒരു ചുവടുപ്പ് തന്നെ ആയിരിക്കും ഇത്. അപ്പോ ചർച്ചകളും പോസിറ്റീവായിട്ടാണ് ഉണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ കാര്യങ്ങള്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ ജനറൽപ്പെട്ടവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇനിയും ഉണ്ടാവട്ടെ. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ ആർത്തവ കാലത്തെ അവധിയെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പോഴും ഈ നൂറ്റാണ്ടിലല്ല ജീവിക്കുന്നത്, 21ാം നൂറ്റാണ്ടിലല്ല ജീവിക്കുന്നത്. കാരണം സ്കൂൾ വിദ്യാർത്ഥികളായ ചെറിയ കുട്ടികൾക്ക് ആ സമയത്ത് അവധി കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. അവധി വേണ്ടവർ അവധി എടുത്തോട്ടെ, അല്ലാത്തവർ സ്കൂൾ പോയിക്കോട്ടെ. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എന്തിനാണ്? കാരണം നമ്മൾ പണ്ട് കാലങ്ങളിലാണെങ്കിലൊക്കെ ഓക്കെ, ഒരു കുട്ടിക്ക് ഇങ്ങനെ ആർത്തവമായിട്ടുണ്ട്, മെൻസസ് ആയിട്ടുണ്ട്, പീരിയഡ് ആയിട്ടുണ്ട്, ഇത് മറ്റൊരാൾ അറിയുമ്പോൾ അവർക്കൊരു നാണക്കേടുണ്ടാകും. മേ ബി ആയിട്ടുള്ള വ്യക്തിക്ക് ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായേക്കാം, മറ്റൊരാൾ അറിയുമ്പോൾ നമ്മൾ അറിയും ഓക്കെ അവർക്ക് പീരിയഡ് ആയിട്ടുണ്ട്. അത് പണ്ട് കാലങ്ങളിലുള്ള ഒരു നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അന്നത്തെ തലമുറയല്ല, ഇന്നത്തെ ജെൻസ് പിള്ളേർ അല്ലാന്നുണ്ടെങ്കിൽ യുവതലമുറ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഉത്ബുദ്ധരാണെന്ന് എൻ്റെ വിശ്വാസം. കുറച്ചും കൂടെ അവർ സാമൂഹ്യ ജീവികളോടൊക്കെ കുറച്ച് ഈ കാര്യത്തിൽ കുറച്ച് അവയർനെസ് ഉള്ള ആൾക്കാരാണ്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ഇൻ്റർനെറ്റിന് നല്ല വലിയ
ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇതിനകത്ത് ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കിട്ടും. ഇപ്പോൾ ഞാനൊക്കെ ദുബായിലാവുന്ന സമയത്ത് അവിടെയൊക്കെ ലിഫ്റ്റിൽ രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഓഫീസിലോട്ടുള്ള ലേഡി സ്റ്റാഫുകൾ ലിഫ്റ്റിൽ കയറും. ഇവരെന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളീസ് മാത്രമല്ല ലിഫ്റ്റ് കയറുന്നത്. ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യൻസ് മുംബൈയിൽ, ഹൈദരാബാദിൽ, ഡൽഹിയിൽ അവിടെയൊക്കെയുള്ള നോർത്ത് ഇന്ത്യൻസ് അവരൊക്കെ ലിഫ്റ്റ് കയറും. എന്നിട്ട് ഓഫീസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസ് പോകുന്ന സമയത്തൊക്കെ അവർ ലിഫ്റ്റിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം 20-25 ഫ്ലോറുള്ള ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും. നമ്മൾ പല സമയങ്ങളായിട്ടും പല ആൾക്കാരെയും കണ്ടുമുട്ടാറുണ്ട്. ഒരിക്കൽ കണ്ട ആൾക്കാരെ പിന്നീട് കാണില്ല. കൂടുതലും ഈ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ലേഡി സ്റ്റാഫ് പറയുന്നുണ്ട്, യെസ്റ്റർഡേ ഈവനിങ് ഐ ഗോട്ട് മൈ പീരിയഡ്സ്, അല്ലെങ്കിൽ വേറെ ആൾ പറയും ഐ ഗോട്ട് മൈ പീരിയഡ്സ് ടുഡേ മോർണിംഗ്. സോ അങ്ങനെ ഒരുപാട് ഡിസ്കഷൻ അവർ തമ്മിൽ തന്നെ ലിഫ്റ്റിൽ ചെയ്യുന്നുണ്ട്. അത് ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യൻസ്, കേരള മലയാളി ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ചിലപ്പോൾ നൈജീരിയ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻസോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് അറബ്സ് ആരെങ്കിലേക്ക് അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അവർക്കൊന്നും ഇതൊരു വിഷയമല്ല. കാരണം മറ്റു ലോക രാജ്യങ്ങളിൽ ഈ പീരിയഡ്സ് എന്നൊക്കെ പറയുന്നത് ഇത് നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വലിയ മോശമായിട്ടുള്ളൊരു സംഭവം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു സമയത്ത് അവരെ ആ ഒരു കണ്ണുകൾ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ കാണേണ്ട യാതൊരു ഇതും ഇല്ല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ. അവർ നോർമൽ തന്നെയാണ്. ഇതൊരു ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടാവുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അങ്ങനെ കണ്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വർഗങ്ങളോ ജാതിയോ മതമോ ഭേദം ഇല്ലാതെ മനുഷ്യരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും എല്ലാ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഒന്നാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അത് നോർമലൈസ് ചെയ്ത് കണ്ടാൽ മതി. ആ സമയത്ത് അവധി കൊടുക്കുന്നു, ലീവ് കൊടുക്കുന്നു എന്നുള്ളത് നോർമൽ. കാരണം നിങ്ങളൊരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. മന്ത്ലി നമുക്കൊരു സിക്ക് ലീവ് 1-2 സിക്ക് ലീവ് ഉണ്ടാവും. ഒട്ടുമിക്ക മൾട്ടിനാഷണൽ കമ്പനിയിലെ ആൾക്കാരും അത് എസ്പെഷ്യലി ഗൾഫിൽ വർക്ക് ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള പെൺകുട്ടികൾ എല്ലാവരും മണ്ടേറ്റായിട്ട് അത് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ചില ആൾക്കാർ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഒട്ടുമിക്ക കുട്ടികളും അത് എടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നെക്സ്റ്റ് 1 ഡേ എടുക്കും, അല്ലെങ്കിൽ 2 ഡേയ്സ് എടുക്കും. അതും ചില ആൾക്കാർ പെയ്ഡ് ലീവ് വരെ എടുക്കുന്നവരുണ്ട്. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ട് അതിനേക്കാൾ ചെറിയ കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ലീവ് എടുക്കുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? അല്ലെങ്കിൽ എന്താണ് ഇത്രയധികം വിമർശിക്കേണ്ട കാര്യം? കാരണം നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നമ്മുടെ അടുത്ത് പറയും എനിക്കും തന്നെ വയറുവേദനയായിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. കാരണം അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ട്, സെൻസിബിലിറ്റി ഉണ്ട് നമുക്ക്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കോളേജിലും ആണെങ്കിലും, സ്കൂളിലാണെന്നുണ്ടെങ്കിലും, ഓഫീസിലാണെങ്കിലും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു നോർമൽ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഓപ്പണായിട്ട് അങ്ങനെ പറയണമെന്നില്ല. ചിലപ്പോൾ എസ്പെഷ്യലി മലയാളികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കുറച്ച് നാണവും ചമ്മലൊക്കെ ഉള്ള വിഭാഗത്തിൽ പെട്ടതാണ് ചില കുട്ടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു മെജോറിറ്റി ആൾക്കാർ ഇതിനെക്കുറിച്ച് ഓപ്പണായിട്ട് അങ്ങനെ പറയില്ല. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ടാകും, പൊതുവേ ആണുങ്ങളോടത്ത് അങ്ങനെ പറയില്ല. അവർക്ക് നമ്മളറിയുമ്പോൾ എന്തോ ഒരു പോലെയാണ്. പക്ഷേ അത് കുറേ കൂടെ മാറി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഇത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൊരു സംഭവമായിരിക്കാം. പക്ഷേ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വളരെ നോർമലായിട്ടൊരു സംഭവമാണ്. ആ പറയുന്ന ആൾക്കും ഒരു മടിയില്ല, അത് കേൾക്കുന്ന ആൾക്കും ഒരു കുഴപ്പമില്ല. സോ അത് നോർമലൈസ് ചെയ്ത് പോകും. അപ്പോൾ ഇതിനെ വിമർശിക്കുന്നവരോടും അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവർക്കൊരു എന്താ പറയുക, പൊതുജന അവയർനെസ് കൊടുക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.